അയ്യോ ഞാൻ വീഡിയോ ഓൺ ആക്കിട്ടോ. ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, മനസ്സെ ആസ്വദിക്കൂ ആവോളം. ഇതാണ് ഞങ്ങളുടെ വിഷു. നോക്കൂ ഗൈസ്, എൻ്റെ അമ്മ വലിയ ആളെ പോലെ കമ്പിത്തീരലും കത്തിച്ചു പോകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അശിയാണെങ്കിൽ വീഡിയോ ആക്കാനും മറന്നുപോയി. അതിന്റെ ദേഷ്യത്തിനാണെങ്കിൽ അശീനും തെറിയിച്ചിട്ട് വീണ്ടും കത്തിക്കാൻ വേണ്ടി പോവുക. എന്തായാലും തുടക്കം കലക്കി. ഒരു ചറവറ കത്തിച്ചതിന് എന്തൊക്കെ ഷോ ആണ് കാണിക്കുന്നതെന്ന് അറിയാമോ ഗൈസ്? ഈ ഡാവരി മാമന്റെ വീട്ടിൽ നിന്നും അടുത്തതായി ഒരു അടിപൊളി സ്കൈ ഷോട്ട്. അടുത്തതായി നമ്മളുടെ സുധനച്ചൻ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. ബട്ടർഫ്ലൈക്കാണ് അച്ഛൻ തീ കൊടുത്തത്. പക്ഷെ എന്താണ് പറ്റിയതെന്നറിയില്ല. ബോംബാണ് പൊട്ടിയത്. അത് വരുമാമന്റെ പണിയാണ്. വീണ്ടും ഇത് അച്ഛൻ ബട്ടർഫ്ലൈനെ കത്തിക്കാൻ പോയിരിക്കുകയാണ്. പക്ഷെ ബട്ടർഫ്ലൈ ആണെങ്കിൽ പറന്നുപോയി. നമുക്കാണെങ്കിൽ കാണാനും പോലും പറ്റിയില്ല. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇത് വടിയിലെല്ലാം കുത്തിയിട്ട് ബട്ടർഫ്ലൈനെ കത്തിക്കാൻ പോവുക. പേടിച്ചിട്ടൊന്നല്ല, എന്നാലും ഒരു സേഫ്റ്റി മുഖ്യം പിക്കില്ലേ. വടിയിൽ കുത്തി വെച്ചോണ്ടാണോന്ന് അറിയില്ല. ബട്ടർഫ്ലൈക്കാണെങ്കിൽ പറിക്കാനും പറ്റിയില്ല. അവസാനത്തെ ശ്രമം മതിലിനപ്പുറം വരെ എത്തി അച്ഛൻ. എന്നാലും പറക്കില്ലാന്ന് പറഞ്ഞു ബട്ടർഫ്ലൈ. അങ്ങനെ ബട്ടർഫ്ലൈയെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ഇതാ അച്ഛൻ്റെ ഭാഗത്തിൽ നിന്നും വീണ്ടും ഒരു സ്കൈ ഷോട്ട്. ഇതാ തീ കൊടുത്തവാദ അച്ഛൻ ഓടുകയാണ് ഗൈസ്, ഓടുകയാണ്. വാവ്, വാട്ട് എ ഷോട്ട്! ഓ ഷീറ്റ്, ഓള മറിഞ്ഞുകൊണ്ട് കാണാനും പറ്റിയിട്ട. അടുത്തതായിട്ട് കുഞ്ഞിരാമൻ വലിച്ചൻ്റെയും ഞങ്ങളുടെയും ഭാഗത്ത് നിന്നുള്ള കരിമരുന്ന് പ്രയോഗമാണ് നിങ്ങളിപ്പം ഇവിടെ കാണാൻ പോകുന്നത്. ഇതാ അച്ഛൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഷോട്ട്. വാവ്, വണ്ടർഫുൾ, സൂപ്പർ. അതാ അടുത്തതായി കുഞ്ഞിരാമൻ വലിച്ചൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഷോട്ട്. തുരിയായി 12 ഷോട്ടുകൾ. ഒട്ടും വിട്ടുകൊടുക്കാതെ അച്ഛനതാ വീണ്ടും തിരി കൊടുത്തിട്ടുണ്ട്. എന്ത് രസമായിരുന്നോ, ആകാശം മിന്നി തിളങ്ങുകയായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച നാള് തൊട്ട് നാട്ടിൽ നിന്ന് വിഷു ആഘോഷിക്കാനേ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വിഷുവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് വേറൊന്നുമല്ല, എൻ്റെ അനിയൻ്റെ ആദ്യത്തെ വിഷുവാണ്. അശിമേമ്മ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തണ്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവനാണെങ്കിൽ ഇതൊക്കെ കണ്ട് വണ്ടറച്ചിരിക്കുക. എന്നെ അമ്മ രാവിലെ തന്നെ കണി കാണിച്ചു. ഉണ്ണിക്കണ്ണനെ കാണാൻ എന്ത് ചേലായിരുന്നു എന്നറിയാമോ? എന്തോ മറന്നിട്ടുണ്ടല്ലോ. അയ്യോ, മുണ്ടെടുത്തില്ല. ഇപ്പൊ ഓക്കെ ആയി. അമ്മ കാണാണ്ട് കുറച്ച് അപ്പുറത്താലോ. അയ്യോ, അമ്മ കണ്ടു. ഇനി സദ്യയിലേക്ക് കിടക്കാം. നല്ല തണുത്ത പച്ചടി, ലോല്യ മനസ്സുള്ള ഓലനും ഒരുപാട് രസം പകരുന്ന രസവും എല്ലാം കൂടെ കലർന്നൊരു അവിയലും സദ്യയൊരു രാജാവായ സാമ്പാറും എന്നെ കൂട്ട് എന്ന് പറയുന്ന കൂട്ടുകറി, പിന്നെ ഞങ്ങളുടെ സ്വന്തം ക്യാബേജ് തോരൻ. ഇതൊക്കെ കയ്യിലൊഴിച്ച് കഴിക്കാൻ മോരും, പുളിയുപ്പ്, മധുരം, കയ്പ്, എരിവ് എന്നീ 5 രസങ്ങൾ ചേർന്ന പുളിയിഞ്ചിയും നല്ല പച്ച മാങ്ങ അച്ചാറും എൻ്റെ ഫേവറേറ്റ് പപ്പടവും നല്ല പഴുത്ത പഴം, തുമ്പപ്പൂ ചോറ് എല്ലാം ഇലയിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ശരി ഗായ്സ്, ഞങ്ങൾ സദ്യ കഴിക്കട്ടെ. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ.